ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 31 മുതൽ ദൂതൻ മറിയയോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. പ്രിയരീനി നമുക്ക് കർത്താവിൻ്റെ ക്രൂശിൻ ചുവട്ടിൽ ഒന്ന് ചെല്ലാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിൽ യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. ക്രൂശിതനായി കിടക്കുന്ന സ്വന്തം മകനെ കണ്ടപ്പോൾ ആ അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കണം? ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം യാക്കോബ് ഗൃഹത്തിന് രാജാവാകേണ്ടവനാണ് ക്രൂശിൽ. മറിയം ആ വാഗ്ദത്തം വിശ്വസിച്ചിരുന്നുവോ? ചിലപ്പോൾ പൂർവ്വപിതാവായ അബ്രഹാമിനേക്കാൾ ഉന്നതമായിരുന്നിരിക്കാം അവളുടെ വിശ്വാസം. കാരണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് മറിയം അനുഭവിച്ചറിഞ്ഞതാണ്. മോറിയ മലയിലേക്ക് സ്വന്തം പുത്രനെ ബലി കഴിക്കാൻ പോയ അബ്രഹാം മടങ്ങി വരുമ്പോൾ കൂടെ മകനുമുണ്ടായിരുന്നു. എന്നാൽ കാൽവരയിൽ നിന്നും മറിയം മടങ്ങുമ്പോൾ ശൂന്യമായ കൈകളുമായിട്ടാണ് മറിയം മടങ്ങുന്നത്. യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവാകും എന്ന് ദൈവം പറഞ്ഞവൻ ക്രൂശിൽ മരിച്ചപ്പോഴും അറിഞ്ഞവൾ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് ഉറച്ചു വിശ്വസിച്ചു. ഹല്ലേലൂയ. മറിയം ക്രൂശിന് താഴെ നിന്നത് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ്. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധി വരുമ്പോൾ, തളർന്നു പോകുമ്പോൾ മറിയത്തിൻ്റെ ഈ മനോഭാവം നമുക്ക് ധൈര്യം പകരട്ടെ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന്. ആമേൻ. കർത്താവേ യേശു ക്രിസ്തു നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.